ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ റജബ് ആരംഭിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്നലെ മഗ്രിബോടുകൂടി ആരംഭിച്ചു. കേരളത്തിൽ ഇന്ന് മഗ്രിബോടുകൂടെയാണ് റജബ് ആരംഭിക്കുന്നത്. വളരെ പവിത്രമായ ആത്മവിശുദ്ധിയുടെ തുടക്കം, റഹ്മത്തിന്റെ വാതിൽ തുറക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. ശഅബാനിലേക്ക് ഒരുങ്ങി റമദാനിലേക്കുള്ളൊരു വഴികാട്ടിയായിട്ടാണ് റജബ് കടന്നു വരുന്നത്. തൗബകൾ, പാപമോചനം അല്ലാഹു ധാരാളമായി നൽകുന്ന പുണ്യമായ മാസം. ഈമാനിനെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി അള്ളാഹു സംവിധാനിച്ച, അള്ളാഹുവിന്റെ മാസമെന്ന് മുത്തുനബി പറഞ്ഞ, റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മാസം റജബ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് മഹത്വമുള്ളത് എന്നാണ്. റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ലഭിച്ചതെന്ന് മഹാന്മാർ. റജബിലെ ഒന്നാമത്തെ രാവ്, കേരളത്തിൽ ഇന്ന് മഗ്രിബോടുകൂടെ ആരംഭിക്കുന്ന ഒന്നാം രാവ് വലിയ പുണ്യമുള്ള രാവാണ്. നമ്മുടെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, 5 രാത്രികൾ ഉത്തരം ലഭിക്കുമെന്ന വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 5 രാത്രികൾ. വെള്ളിയാഴ്ച രാവ്, ശഅബാൻ 15-ാം രാവ്, ചെറിയ പെരുന്നാൾ രാവ്, ബലി പെരുന്നാൾ രാവ്. അഞ്ചാമത്തെ രാവ് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിൽ നിന്നുള്ള 1-ാം രാവാണ്. പുണ്യമുള്ള രാവ്, ധാരാളമായ റബ്ബ് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന ഇന്നത്തെ പരിശുദ്ധമായ രാവ് ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. പരിശുദ്ധമായ റജബ് വിത്തിടാനുള്ള മാസമാണ്. അബൂബക്കർ അൽ വറാഖ് അൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റജബ് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ അതിന് വെള്ളം നനയ്ക്കാനുള്ള മാസമാണ്. എന്നാലേ റമദാനിൽ, കൊയ്ത്തു മാസമായ റമദാനിൽ നമുക്ക് ധാരാളമായി നന്മകൾ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. ഹബീബായ മുത്ത് റസൂലുള്ളാഹ് റജബ് കടന്നു വന്നാൽ പ്രാർത്ഥന ആരംഭിക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. നമ്മളും പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. ഈ ഒരു പ്രാർത്ഥന നമ്മളും ധാരാളമായി നടത്തണം. നിസ്കാരശേഷവും അല്ലാത്തപ്പോഴും ധാരാളമായി ഈ പ്രാർത്ഥന നടത്തണം. കഴിഞ്ഞ റജബിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും റമദാനിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ റമദാനിലുണ്ടായ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അതുകൊണ്ട് എപ്പോഴും മരിക്കേണ്ടവരാണെന്ന ബോധം നമുക്കുണ്ടാവണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വിജയികളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.